ഹായ്. നമ്മുടെ ടി.ഡി. രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് ഇട്ടിക്കോരയിൽ കഥ തുടങ്ങുന്നതിന് മുമ്പ് 9ാമത്തെ പേജിൽ ഒരു വാചകം പറയുന്നുണ്ട്. ഈ നോവലിസ്റ്റിൻ്റെ ആദ്യ രചനയായ ആൽഫയിൽ ഹിരോഷിമ കരയുന്നു, ഒട്ടേറെ മനുഷ്യർക്ക് ചിരിക്കാനായി എന്നൊരു വാചകമുണ്ട്. അതിനെ അല്പമൊന്ന് ഭേദപ്പെടുത്തിയാൽ ഒരുപാട് പേർ ദീനമായി കരയുന്നത് കുറച്ച് പേർക്ക് ചിരിക്കാൻ വേണ്ടിയാണ് എന്ന്. ചരിത്രത്തിൻ്റെ അച്ചുതണ്ട് ഈ ന്യൂനപക്ഷത്തിന് അവകാശപ്പെട്ടിരിക്കുന്നു പലപ്പോഴും. അപ്പോൾ ദ തിങ് ഈസ്, ഇതിൻ്റെ സാരം എന്ന് പറഞ്ഞാൽ ആരൊക്കെയോ ചിരിക്കുന്നത് ആരൊക്കെയോ കരയുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്ന് ആരെങ്കിലുമൊക്കെ ചിരിക്കുന്നുണ്ടെങ്കിൽ, സപ്പോസ് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇന്ന് ചിരിക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ നിങ്ങൾക്ക് ചിരിക്കാൻ പാകത്തിന് വേറെ ആരൊക്കെയോ കരഞ്ഞതുകൊണ്ടാണ്. സോ ഹൗ ബ്യൂട്ടിഫുൾ ദിസ് ഈസ് അല്ലേ? കാരണം ഇത് നമുക്ക് ഒരു റിയലൈസേഷൻ തരുവാണ്. ഇഫ് ഐ എം ഹാപ്പി ടുഡേ, അതിൻ്റെ പിന്നിൽ കുറച്ച് എഫേർട്സ് ഉണ്ട് വേറെ ആരുടെയൊക്കെയോ, ഇന്നലെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. പണ്ട് പഠിക്കുന്ന സമയത്തൊരു ഫേസ്ബുക്ക് സ്റ്റാറ്റസ് പോലൊരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന തണൽ ഇന്നലെ അച്ഛൻ കൊണ്ട വെയിലാണെന്ന് പറഞ്ഞിട്ട്. സോ എനിക്ക് ആ ഒരു സെയിം സാധനമാണ് ഇതിൽ ഓർമ്മ വന്നത്. അപ്പോൾ ദി തിങ് ഈസ്, യു ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ എവ്രിതിങ് ആൻഡ് ഫോർ എവ്രി വൺ അറൗണ്ട് ഹൂ സഫേർഡ് ഫോർ യു, അല്ലെങ്കിൽ ഹു ഡിഡ് സംതിങ് ഫോർ യു. ബിക്കോസ് ഇന്ന് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ദർ ആർ സോ മെനി പീപ്പിൾസ് എഫേർട്സ് ബിഹൈൻഡ് ദാറ്റ്. ആരൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ പഠിച്ച് വലിയ ഗ്രാജുവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ ആരോ പൈസ തന്നിട്ടുണ്ട്, ആൻഡ് അതിന് പിന്നിൽ ആരുടെയൊക്കെയോ അധ്വാനമുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇന്ന് വേറെ എന്തെങ്കിലും നിങ്ങൾ ഇപ്പോൾ സപ്പോസ് സമ്മൺ ഹെൽപ്പ് യു പേ യുവർ മെഡിക്കൽ ബിൽസ് yesterday and you are happy today, and അതിന് പിന്നിൽ ആ മറ്റേ തന്ന ആളുടെ എഫേർട്സ് ഉണ്ട്. സോ എപ്പോഴും യു ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ എവ്രിതിങ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ യുവർ ലൈഫ്. അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ മറന്നു പോയാൽ ദർ ഈസ് നോ പോയിൻറ്റ്. അല്ലെങ്കിൽ നമ്മളുടെ പാസ്റ്റിനെ നമ്മളെ ആക്കിയ ആ ഒരു പാസ്റ്റിൻ്റെ ജേണി ഉണ്ടല്ലോ, അതിനെ നമ്മൾ വില കൽപ്പിക്കാത്ത പോലെ, അതിനെ നമ്മൾ വാല്യൂലെസ് ആയിട്ട് കാണുന്ന പോലെയാണ് അത് മീൻ ചെയ്യുന്നത്. സോ നിങ്ങൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് യു ഹാവ് ടു ഓൾവേസ് തിങ്ക് അബൌട്ട് ദി സ്ട്രഗിൾസ് ആൻഡ് ഓൾ ബിഹൈൻഡ് യുവർ ഹാപ്പിനെസ്. പക്ഷേ വന്ന വഴി മറക്കില്ലെന്നൊക്കെ പറയില്ലേ, യു ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ. എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിലുണ്ടാവണം. നിങ്ങളെ സഹായിച്ച ആളുകളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത ആളുകളെ, നിങ്ങൾക്ക് ഇന്ന് സന്തോഷത്തിന് കാരണമായ ആളുകളെയൊക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.